ദേവകിയാണല്ലോ ശരിക്കും കൃഷ്ണന്റെ അമ്മ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാരും വാഴ്ത്തിപ്പാടുന്നതും ഒക്കെ യശോദേനെയാണ്. വളർത്തമ്മയായിട്ടുള്ള യശോദയുടെ ആ ഒരു ഇതാണ്. അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞ യശോദ? തീർച്ചയായിട്ടും അതാണല്ലോ ആ ഒരു ഞാൻ തന്നെ പല സമയത്ത് കൂട്ടിയുള്ള പാട്ട് എന്നെ യശോദ. അതില് ഓരോ എലമെന്റും വായിക്കുമ്പോൾ നോക്കൂ, ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം ചിത്രവട്ടത്ത്. അപ്പൊ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു എന്ന് പറയുമല്ലോ, എവിടെയാണ് ഓർമ്മ വരണേ? ആ സെന്റൻസ് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരണേ? ആരൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ളത്? യശോദക്കാണ് കാണിച്ചു കൊടുത്തത്. പക്ഷെ നമ്മള് പൊതുവിൽ എല്ലാവരുടെ അടുത്തും ഈ സാധനം പറയുമ്പോൾ പെട്ടെന്ന് അവർ കണക്ട് ചെയ്യാം. മഹാഭാരത യുദ്ധത്തില് അർജുനന് ഗീത ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ എന്ത് കാണിച്ചു കൊടുത്തു? വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ വിശ്വരൂപം ആദ്യം കണ്ടിട്ടുള്ളത് യശോദയാണ്. ബാക്കി പിന്നെ അങ്ങോട്ടേ ഉള്ളൂ ജേണി. ഇപ്പൊ നമ്മളൊക്കെ വിശ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് ഒരാള് ഒരു രഥത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ തൊഴുത് പിടിച്ചുകൊണ്ടിരിക്കുന്നു, പുറകിൽ ഒരാൾ നിൽക്കുന്നു, കുറെ തലയൊക്കെ ഫിറ്റ് ചെയ്ത ഒരാൾ നിൽക്കുന്നു, അതാണ് വിശ്വരൂപം. അങ്ങനെയല്ല, ഭഗവാനെ കാണുന്നതിലെല്ലാത്തിലും ഭഗവാനെ കാണുന്നതാണ് യഥാർത്ഥ വിശ്വരൂപം. വിശ്വത്തിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കണ്ട ആള് യശോദ മാത്രമേ ഉള്ളൂ. അതിന് എന്ത് പുണ്യമാണ് അവർ ചെയ്തത്? അവരുടെ റെഫറൻസ് ഒന്നും നമുക്ക് ഭാഗവത്തിലൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. അവരെനിക്ക് തോന്നുന്നു ചരിത്രത്തിന്റെയും ഭൂപ്രദേശത്തിന്റെയും ഏരിയയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിന്ധ്, പാകിസ്ഥാനിലെ സിന്ധ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു വളരെയധികം ധനികനായിട്ടുള്ള ഒരു വ്യാപാരിയുടെ മകളായിരുന്നു യശോദ. ആ യശോദയാണ് നന്ദഗോപര് വിവാഹം കഴിച്ച് ഇങ്ങോട്ട് ഗോകുലത്തിലേക്ക് കൊണ്ടുവരുന്നത്.